കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. കേട്ടു കാതിൽ വിണ്ണിൽ നിന്നും വാനദൂതർ പാടും നാദം രാവിൽ. താരാജാലം ഏറ്റുപാടി സ്നേഹഗീതം നീലരാവിൽ. ഉണ്ണീശു പിറന്നൊരീ ശാന്തരാത്രിയിൽ കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. മിന്നുന്ന താരം നോക്കി ഇടയനും ഒന്നായി ചേർന്നു പോയി ബെത്ലഹേമിൽ. തീനൂറും പുഞ്ചിരി കാണാൻ ഉണ്ണിയെ കണ്ടു മടങ്ങാൻ പോയി ബെത്ലഹേമിൽ. എന്റെ പാപം പോക്കാൻ നീതിമാർഗം കാട്ടാൻ വന്നു പിറന്നിതാരാവിതിൽ മഞ്ഞു തൂവിടും രാത്രിയിൽ. കണ്ടു ദൂരെ അങ്ങു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. ക്രിസ്മസ് സ്റ്റോക്കിങ്സ് മരങ്ങളിലോ വീടിന്റെ ചിമ്മിണികളിലോ തൂക്കിയിടുന്നത് നാം കാണാറുണ്ട്. എന്നാൽ അത് എങ്ങനെ ഇവിടെ വന്നുവെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. എന്നാൽ ക്രിസ്മസ് അപ്പൂപ്പനായ വിശുദ്ധ നിക്കോളാസ് ഒരു ദരിദ്ര കുടുംബം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണിത്. പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുവാൻ കഷ്ടപ്പെടുന്ന 3 പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിന്റെ കഥയാണ്. പണമായി കൊടുത്താൽ പെൺകുട്ടികളുടെ അഭിമാനിയായ പിതാവ് സ്വീകരിക്കില്ലെന്ന് വിശുദ്ധ നിക്കോളാസിന് മനസ്സിലായി. അതിനാൽ നേരം വിരളിയപ്പോൾ സിമിണിയിലൂടെ 3 സ്വർണ്ണ പൊതികൾ വലിച്ചെറിഞ്ഞു. അടുപ്പിന് മുകളിൽ ഉണക്കാനിട്ടിരുന്ന ഒരു സ്റ്റോക്കിങ്സിൽ ഒരു സ്വർണ്ണ പൊതി ചെന്നു വീണു. ഈ സംഭവത്തെ തുടർന്നാണ് ക്രിസ്മസ് അപ്പൂപ്പൻ വിശുദ്ധ നിക്കോളാസിനെ ചിമ്മിണിയുടെ മുകളിൽ ഇരിക്കുന്നതായി ചിത്രീകരിക്കുവാൻ തുടങ്ങിയത്. സ്റ്റോക്കിങ്സ് പുൽക്കൂടുകളിൽ ഒരലങ്കാര വസ്തുവായി വയ്ക്കുവാൻ തുടങ്ങിയതും. വിണ്ണിന്റെ മൃദുലതയിൽ നിന്നും മണ്ണിന്റെ മാലിന്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന ദേവകുമാരന് സമ്മാനിക്കാൻ മനോഹരമായ ഒരു സ്റ്റോക്കിങ്സ് നമുക്ക് ഉണ്ടാക്കാം. അത് നിറയെ സ്നേഹത്തിന്റെയും നന്മയുടെയും കരുണയുടെയും സത്യസന്ധതയുടെയും സൗഹൃദത്തിന്റെയും മിഠായികൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാം. അതോടൊപ്പം സുഹൃത ശുഭങ്ങളും സൽകൃത്യങ്ങൾ ഉണ്ടാക്കുന്ന കളിപ്പാട്ടുകളും നമുക്ക് ക്രിസ്മസ് രാവിൽ ഉണ്ണീശോയ്ക്ക് സമ്മാനിക്കാം. നമ്മുടെ സഹപാഠികളിൽ, സഹോദരങ്ങളിൽ, മാതാപിതാക്കളിൽ, നമുക്ക് ഇഷ്ടമില്ലാത്തവരിൽ പോലും ഉണ്ണീശോയുടെ നിഷ്കളങ്കമായ മുഖം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റോക്കിങ്സുകൾ കൈമാറാം. അങ്ങനെ നന്മകൾ നിറഞ്ഞ ഒരു സ്നേഹമഴ നമ്മിൽ നിന്നും പെയ്തിറങ്ങട്ടെ. ഈ ക്രിസ്മസ് രാവിൽ ആ സ്നേഹമഴയിൽ നമ്മുടെ സ്വാർത്ഥതയും ഇഷ്ടമില്ലായ്മയും കോപവും കലഹവും നമ്മിൽ നിന്നും അലിഞ്ഞില്ലാതാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു.